ഇതിനിപ്പം കുറെ ആളുകൾ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഒരു വർഗീയ സംസാരമാണ് ഇന്ന് സംസാരിച്ചത്. അവിടെ 1 മണിക്കൂർ പോലീസ് അതിന്റെ കൂടെ നിന്നു. ഇതിപ്പോ പോലീസ് ചെയ്തേക്കുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ താൽക്കാലികമായി ഇന്ന് പൊളിക്ക് നിർത്തിവെച്ചേക്കാണ്. അപ്പൊ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പൊളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്നലെ വരെ ഈ ക്ഷേത്രത്തിൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ആ ഒരു കുടുംബം മാത്രമാണ് ക്ഷേത്രം നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം പുറപ്പെട്ടത്. അവര് പിന്നെ പൊളിക്കാൻ പറ്റൂല, എടുക്കൂലെന്നും പറഞ്ഞ് വന്ന് മുദ്രാവാക്യം വിളിയും. എല്ലാം BJP-യുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്കതില്ല. ഞങ്ങളിവിടെ ഇപ്പോ ഞങ്ങള് പല പാർട്ടിപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ഇതിപ്പോ പോലീസ് തീരുമാനിച്ചേക്കുന്നത് ഒരു വർഗീയ സംഘർഷം, ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കും. അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് നിൽക്കുന്ന യുവമോർച്ചയുടെ പ്രവർത്തകരാണ് ഈ വർഗീയത ഇവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത്. സ്നേഹ, എന്തായാലും ഈ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെ പോലീസ് വളരെ സംയമനത്തോടുകൂടി തന്നെയാണ് പോലീസ് നിയന്ത്രിക്കുന്നത്.